വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിനെ അങ്ങ് ശരിക്കും വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിലെ പവർ ടീമും ജിൻഡോയും. ക്യാപ്റ്റനായിട്ട് ജിൻഡോ ഇപ്പോൾ ജാസ്മിനുമായിട്ട് ഇങ്ങനെ കീരിയും പാമ്പും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വഴക്കിടാവുന്ന മെൻറ്റാലിറ്റിയാണ് രണ്ടു പേർക്കും. പിന്നെ രാവിലെ തന്നെ ജിൻഡോയ്ക്ക് ശ്രീധുവിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കിട്ടുവാണ്. ടിഷ്യൂ ആരോ ഇങ്ങനെ മൂക്കിലും മുഖത്തൊക്കെ തുടച്ചിട്ട് അവിടെ കട്ടിലയിൽ വെച്ചേക്കുന്നു, ബെഡേ വെച്ചേക്കുന്നു. അപ്പോൾ ജിൻഡോ വന്ന് നേരെ ജാസ്മിൻ്റെ അടുത്ത് കലിപ്പിക്കുകയാണ്. അതായത് എന്താണ് ഈ കാണിക്കുന്നത്, വൃത്തിയുടെ ആ ഒരു ചെറിയ അംശം പോലും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനിട്ട് നല്ല പെടപെടയ്ക്കാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനത് മാറ്റിക്കോളാം, അതെനിക്ക് അറിയാം, എപ്പം ഞാൻ കുറച്ച് കഴിയുമ്പോൾ മാറ്റിക്കോളാം. അപ്പം ജിൻഡോ പറയുന്നത് അതൊന്നും പറ്റില്ല, അത് ഇപ്പം തന്നെ മാറ്റണം, ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. പക്ഷേ ജാസ്മിൻ അത് ഒട്ടും കൂട്ടാക്കുന്നില്ല. അപ്പോൾ ജിൻഡോ അടുത്ത കാര്യം എടുത്തിടുകയാണ്. അതായത് ജാസ്മിൻ ഈ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചെരുപ്പിടാതെയാണ് അകത്ത് കയറുന്നത് എന്നൊക്കെ ജിൻഡോ പറയുന്നു. എന്നിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ആ അഴുക്കെല്ലാം ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്നതായി ഇപ്പോൾ സോഫയുടെ മുകളിൽ കാലും തേച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ സഹിക്കുമെന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപോടെ ബാക്കി എല്ലാ കളിക്കാരും അടുത്ത് വന്നു. അവരെല്ലാം ജിൻഡോ പറയുന്നതിൽ കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ജിൻഡോയ്ക്കൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ സായി വന്ന് പറയുന്നു എൻ്റെ കയ്യിൽ കുറേ ചെരുപ്പുകളുണ്ട്, ഞാൻ ജാസ്മിന് ഏത് ചെരുപ്പ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ജാസ്മിന് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് അലർജിയാണ്. അപ്പോൾ അങ്ങനെ അലർജിയുള്ള ചില ആളുകളുണ്ട്, അവർക്ക് ചെരുപ്പിട്ടാൽ അത് സ്കിൻ അലർജി വരും. അപ്പോൾ അതുകൊണ്ടാണ് ജാസ്മിൻ ചെരുപ്പിടാതെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ജാസ്മിൻ ഇവിടെ തൻ്റെ തെറ്റും കുറ്റമൊന്നും അംഗീകരിക്കാതെ ജിൻഡോയെ തിരിച്ചാക്രമിക്കുകയാണ്. അതായത് ജിൻഡോ ബാത്റൂമിൽ പോകുമ്പോൾ ഈ വാട്ടർ ബോട്ടിലുമായിട്ടാണ് പോകുന്നത്, എന്നിട്ട് അതും ആണോ താങ്കൾ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയിന്റ് സ്കോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബേസിക്കായിട്ട് ഒരു വൃത്തിയും വെടിപ്പും ഒക്കെ ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പം ഇവിടെ ജാസ്മിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ തന്നെയാണ് തൻ്റെ വൃത്തിയില്ലായ്മ അവിടെ പുറത്ത് കൊണ്ടുവന്നത്. ഞാൻ 2 ദിവസം കഴിഞ്ഞേ കുളിക്കുകയുള്ളൂ, പിന്നെ അവിടെ ചായയിൽ തുമ്മുന്നതും അങ്ങനെ ടിഷ്യൂ എടുത്ത് വലിച്ചെറിയുന്നതും ഇങ്ങനെ മൂക്കളായിട്ട് ചീറ്റി അത് നിലത്തേക്ക് ഇടുന്നു, ഇതെല്ലാം ജാസ്മിൻ തന്നെ വരുത്തി വെച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ജാസ്മിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ജാസ്മിനേക്കാളും വൃത്തിയില്ലാതെ നടക്കുന്ന പലരും കാണും, പക്ഷേ അതൊന്നും ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. എല്ലാം ജാസ്മിൻ ഏതെങ്കിലും വൃത്തിയില്ലാത്ത പരിപാടി ചെയ്താൽ അത് അപ്പോൾ തന്നെ ചർച്ചാ വിഷയമാവുകയാണ്. അത് എല്ലാവരും ഒരു അവസരമായി കണ്ട് ജാസ്മിനിട്ട് നല്ല അലക്കാണ് അലക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ബിഗ് ബോസ് വേഗം ജാസ്മിൻ്റെ കാലിലേക്ക് സൂം ചെയ്ത് ചെളിയൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ വേഗം പോയി ബോഡി ലോഷനൊക്കെ കയ്യിലും ഈ കഴുത്തിലൊക്കെ തേക്കുന്ന കാണാം. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം വരണ്ട എന്ന് ഓർത്തായിരിക്കും. എന്തായാലും മൊത്തം ലോഷനിലാണ് ഇപ്പോൾ ജാസ്മിൻ കുളിച്ചിരിക്കുന്നത്.